മുകളിലൊരു വെള്ളവസ്ത്രം ധരിച്ചിട്ട് ഒരു പള്ളിയിലച്ഛനെ പോലെ ഒരാൾ നിൽക്കണില്ലേ? അയാൾ പള്ളിയിലച്ഛനല്ല, ഗാസയുടെ ഷൂ നക്കിയാണ്. ഒരു ഒന്നാം തരം ഗാസ ഷൂ നക്കി. ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗാസ ഒറ്റയ്ക്കല്ല, ഗാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഒറ്റയ്ക്കല്ല. നിങ്ങൾ എത്രമാത്രം ഗാസയെയും കെവിൻ പീറ്ററിനെ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ഗാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. അച്ഛനാണത്രേ അച്ഛൻ. അച്ഛന്റെ വേഷം കെട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒന്നാം തരം വർഗീയവാദി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വേണ്ട, ഒന്നാം തരം തൊരപ്പൻ, വർഗീയവാദി തൊരപ്പൻ എന്നും പറയാം. അപ്പൊ അച്ഛോ, നിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ ഈ കർമ്മ ന്യൂസ് എന്ന് പറയുന്ന ചാണക ചാനല്. ആ ചാണക ചാനല് ഒരു തെളിവോടുകൂടി ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. അച്ഛനൊന്ന് കാണ്, തൊരപ്പനച്ഛ ഒന്ന് കണ്ടു നോക്ക്. ക്ഷേത്രങ്ങളുടെയും ഹിന്ദു വിശ്വാസങ്ങളുടെയും പുണ്യ നഗരമായ ഋഷികേശ് പിടിച്ചെടുക്കുമെന്നും കീഴടക്കുമെന്നും ഋഷികേശിൽ നിന്ന് തന്നെ ഒരു സുവിശേഷ ഹിന്ദുക്കളുടെ പുണ്യ നഗരമാണ് എന്നത് മാത്രമല്ല, ഋഷികേശം ഹിമാലയത്തിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ഋഷികേശത്തെ മാനസാന്തരപ്പെടുത്തി പിടിച്ചെടുക്കും എന്നും അതുപോലെ തന്നെ കർത്താവിൽ സമർപ്പിക്കുമെന്നുമാണ് ഈ ഒരു പ്രസംഗത്തിലൂടെ പറയുന്നത്. ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോട് ഒഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളും നിറയപ്പെട്ടിരിക്കുക. കർത്താവിന്റെ അത്ഭുതനാമത്തിന്റെ ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷനെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ. അങ്ങനെ നീണ്ടു പോകുന്നു ഈ സുവിശേഷ പ്രസംഗം. നമുക്കിവിടെ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഗാസയെ സ്നേഹിക്കുന്ന തൊരപ്പനച്ചോ, ഇങ്ങനെയാണെങ്കിൽ അവസ്ഥയെങ്കിൽ സംഖ്യകളുടെ കയ്യിൽ നിന്ന് തല്ലുകൊള്ളാനായിരിക്കല്ലോ നിങ്ങൾക്ക് മൊത്തം സമയം ഉണ്ടാവുള്ളൂ. ഒന്ന് ശ്രദ്ധിക്കണം, ഇതുപോലുള്ള തെണ്ടിത്തരം ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ ഏതെങ്കിലും വീഡിയോയിൽ എവിടെയെങ്കിലും വിളിച്ചു പറയുന്നതായിട്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണൂല. കാരണം ഒരു മുസ്ലിം പണ്ഡിതനും ഇതുപോലുള്ള ചരടത്തരം വിളിച്ചു കൂവില്ല. അപ്പൊ ഗാസയെ സ്നേഹിക്കുന്ന പള്ളിയിലച്ചോ അല്ല ഗാസയെ സ്നേഹിക്കുന്ന തൊരപ്പനച്ചോ കണ്ടുപഠിച്ചില്ലെങ്കിൽ കൊണ്ടുപഠിക്കേണ്ടത് വരും. ഞങ്ങൾക്കൊന്നുറപ്പുണ്ട്, കൃത്യസമയത്ത് അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് തക്ക സമയത്ത് ഞങ്ങൾക്ക് ജാമ്യം കിട്ടിയത്. ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മയെ കളിയാക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഞങ്ങളുടെ ബുദ്ധിക്ക് മാത്രമേ ഇപ്പോൾ കുഴപ്പമുള്ളൂ. ഞങ്ങളുടെ വിവരക്കേടുകൾക്ക് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. That right was given to us by the BJP.